വാഴക്കൊലാവണ്ട് കാര്യമില്ല. അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി ബനാന പോണ്ട. പഴം കൊണ്ട് നല്ല അടിപൊളി അല്ലേ 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോണ്ട. അപ്പൊ കൊലയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുത്ത് കുറെ പരിപാടിയുണ്ട് നമുക്ക് അല്ലേ. അത് നമുക്ക് റെഡിയാക്കി വെക്കണം. ജസ്റ്റ് ഒന്ന് കഴുകുക. പൊടിയൊക്കെ പോട്ടെ. എണ്ണയിലൊക്കെ പൊടിയില്ല അതില്ലേ. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്താ പോലെ നല്ല മണമില്ലേ. വെന്തൂലേ. ലാസ്റ്റ് നല്ലോണം വെന്തത് കിട്ടാ. നല്ല വെന്തൂലേ. അതിനെ ചതക്കണം. നമ്മള് പഴംപൊരിന്റെ മണം അല്ലേ. നല്ല സുഖമില്ലേ പഴം പഴുത്ത് വലിക്കാൻ. പഴുത്തല്ലേ വെന്തത്. നമ്മളെന്താ കല്യാണത്തിൽ പോരാ വിളിക്കാത്ത കല്യാണത്തിൽ ചോറുണ്ടോ നമ്മൾ. ഇന്ന് നാട്ടുകാർ മുഴുവൻ ഒന്ന് ബനാന പോണ്ടേ. എന്താ പഴമല്ലേ. കുറച്ച് ഗോതമ്പ് മാവ് അല്ലേ മിക്സ്. ഇത് കുറച്ച് മധുരം അല്ലേ. ഇത് ഷുഗർ വെല്ല പൗഡറാണ്. കുറച്ച് ഏലക്ക പൗഡർ അല്ലേ. നല്ല മണം ഇരിക്കട്ടെ. ഒരല്പം ഉപ്പിട്ടാ ഒരു എല്ലാം ബാലൻസ് ചെയ്യട്ടെ. മതി. ഓയിൽ അത് വെള്ളത്തിൽ കഴുകുക. എണ്ണ ചൂടായാ കറക്റ്റ് ഷേപ്പ് വരണം കേട്ടാ. ഒന്ന്
എടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ് അല്ലേ? നമ്മുടെ എന്താണ് ബനാന ബോണ്ട അല്ലേ? ആ നോക്ക്, അടിപൊളി സാധനം കേട്ടാ. ഇതിൽ ഫുള്ള് പഴമുണ്ടാ ജതീഷേ? സംഭവം കൊള്ളട്ടാ. ഇത് നമ്മൾ കടയിൽ പോയി വാങ്ങണല്ലേ, ആ മൈദമാവ് അല്ലെ ഗോതമ്പാവ് മാത്രം ഉണ്ടാവും അല്ലേ? നിങ്ങൾ രാവിലെ തിന്നിട്ട് വന്നില്ലേ അവർ കടയിൽ നിന്ന്? ഇവർ ടേസ്റ്റ് നോക്കാൻ വേണ്ടി തിന്നിട്ട് വന്നിട്ടാ. ഇത് നല്ല പഴം. അങ്ങനെ ചിത്തു സംഭവം നല്ല ടേസ്റ്റ്. അതെന്താ നല്ല കറക്റ്റ് മധുരം ആ വെല്ലത്തില്ലേ? അളവിനുള്ള മധുരം. മധുരമില്ലാത്ത കാപ്പി കേട്ടാ. കാപ്പി മധുരം ഇട്ടില്ല. ഇവർക്ക് കട്ടൻ ചായയും എനിക്ക് കാപ്പി വേറെ ഇട്ടിടാ. ഇത് കൊള്ളാട്ടെ സാധനം അല്ലേ? പക്ഷെ വീട്ടിൽ കുറച്ച് 1-2 പഴം ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റേ. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേസാണ്ടാ. ടേസ്റ്റ് അടിപൊളി, ഒന്നും പറയാനില്ല. ബനാന ബോണ്ട നമ്മൾ കുറേ ഉണ്ട് ഇവിടെ, കുട്ടികൾക്ക് കൊടുത്തു വിട്ടാ എല്ലാവരും കഴിക്കട്ടെ. എന്താ സംഭവം അറിയാം? രണ്ടുപേരും വളരെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ആവുണ്ട് ഇതിലെ കളർ, ഈ പഴമായതുകൊണ്ടേ പെട്ടെന്ന് കളർ മാറുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ചൂടിൽ അല്ലേ, ഒന്ന് തിളപ്പിച്ചാണ് ചെറിയ ചൂടിലിട്ടുണ്ടാക്കിയ സംഗതിയാണ്. കൊള്ളാം. നല്ല മധുരമില്ലാത്ത കാപ്പിയും മധുരമുള്ള ബനാന ബോണ്ടയും. അത്ര മധുരമൊന്നുമില്ല അല്ലേ? കറക്റ്റല്ലേ? പാകമാണ്. പാകമാണല്ലേ? നല്ല സോഫ്റ്റ് അല്ലേ ചിത്തു? പഴമാണ്, അങ്ങനെ ഉള്ളിൽ പഴം മുഴുവൻ പഴമാണ് അല്ലേ? അതാണ് ആ പഴത്തിൻ്റെ മധുരമുണ്ട് നല്ലോണം അല്ലേ? ഇത് നമ്മൾ മറ്റേ പഴംപൊരിൻ്റെ കച്ചായം പഴംപൊരി അല്ലേ? ആ ഒരു ടേസ്റ്റാണ്. പഴം ചൂടാക്കി നമ്മൾ ഫസ്റ്റ് വേവിച്ചിട്ട് അതിലിങ്ങനെ സാധനം ഉണ്ടാക്കില്ലേ, അപ്പോൾ പഴം പൊരിച്ചതിന് മണമുണ്ട്. അതാണ് നല്ല മണം. അത് ചുടുമുറുക്ക് നല്ല മണമാണ്. അപ്പോൾ സംഭവം തന്നെ അടിപൊളിട്ടാ. അപ്പോൾ അത് കുറച്ചുകൂടി ഉണ്ട്, നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു കേട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണം. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേയും കൂടി ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ. പഴംപൊരി കുടിക്കാം.